ഗുഡ് മോർണിംഗ് യൂട്യൂബ്. നല്ല ഒരു പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് വ്ളോഗിങ് ക്യാമറകളെ പറ്റിയാണ്. പല ആൾക്കാരും വ്ളോഗിങ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ട്രാവൽ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ട്. ചില ആൾക്കാർ ഡോക്യുമെൻ്ററി ലെവൽ വ്ളോഗിങ് ചെയ്യണമെന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്. ചില ആൾക്കാർ കഴിഞ്ഞ വീക്കിൽ എനിക്ക് 2 പേര് മെസ്സേജ് അയച്ചു, നിങ്ങൾ ചെയ്യുന്ന ക്യാമറ ഏതാണ്, അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ചെയ്തൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ച് 2 പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ ഓർത്തുന്ന അതൊരു പ്രോപ്പറായിട്ടൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ കാണുന്ന എല്ലാവർക്കും അതൊരു പ്രയോജനമാകുമല്ലോ എന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ. ഇന്ന് അത്യാവശ്യം നല്ല ചൂടും ഒക്കെയുള്ള ഒരു ദിവസമാണ്. പക്ഷേ നല്ല തണുപ്പ് നല്ല കാര്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ജാക്കറ്റൊക്കെ ഇട്ടിരിക്കുന്നത്. ഇന്ന് പകൽ വന്നിട്ട് 17 ഡിഗ്രി ചൂട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് 2 പേര്, ഒന്ന് നമ്മുടെ ഒരു ഫ്രണ്ടാണ്, ഒന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണെന്നറിയാം. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് പേര് ഉണ്ട്. അപ്പോൾ അതിലൊരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ ചെയ്യുന്ന വ്ളോഗിങ് ക്യാമറ എന്താണ് എന്നതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് അയച്ചു. കാരണം ഇദ്ദേഹത്തിന് വ്ളോഗിങ് ചെയ്യാൻ താല്പര്യമുണ്ട്. വീഡിയോ ചെയ്യുന്ന ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളാണ്. പക്ഷേ പലപ്പോഴും ആ ക്വാളിറ്റി പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ചോദിച്ചു, എന്താണ് അതിനെപ്പറ്റി നിങ്ങളുടെ ചെയ്യുന്ന ഒരു സെറ്റപ്പിനെ പറ്റി ഒന്ന് ചെയ്യാൻ പറ്റുമോ, ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു കാര്യമല്ലേ, കാരണം എല്ലാവർക്കും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ എന്ന് വിചാരിച്ചു. അതിന് മുമ്പ് ചെയ്യുന്ന ക്യാമറകൾ എന്ന് പറയുന്നതിന് മുമ്പ് ജനറലായിട്ട് ഇതിനെപ്പറ്റി 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഏതാണ് ക്യാമറ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ നമ്മൾ വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേന് മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് വ്ളോഗിങ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഇരുന്ന് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് സ്റ്റൈൽ വീഡിയോ ആണോ ചെയ്യുന്നത്, അതോ നമ്മൾ എവിടെയെങ്കിലും വെളിയിൽ പോയി ഒരു ട്രാവലിൻ്റെ ഒരു വീഡിയോ പോലെയാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതോ നമുക്ക് ചില ടൈമും ഒക്കെ സ്പെൻഡ് ചെയ്ത് വീഡിയോ എടുക്കാനായി മാത്രമായിട്ട് എവിടെയെങ്കിലും പോയി ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത്, അതോ നിങ്ങൾ പ്രൊഫഷണലായിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റുകളോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ് നമ്മളതിൻ്റെ ഗിയർ മേടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഈ പോഡ്കാസ്റ്റ് സ്റ്റൈൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ആവശ്യമില്ല. ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് ക്യാം ആണെങ്കിലും, നമ്മുടെ കാണുന്ന ഒരു വെബ് ക്യാം ആണെങ്കിലും മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് കാര്യം. അത് ഇവിടുത്തെ വീഡിയോയുടെ ക്വാളിറ്റിയോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമല്ല, നമ്മുടെ ആംബിയൻസോ അതോ ഇതോ ഒന്നുമല്ല കാര്യം. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിനാണ് ഇവിടെ പ്രാധാന്യമുള്ളത്. ഇതുപോലുള്ള വീഡിയോ, അതായത് പോഡ്കാസ്റ്റ് സ്റ്റൈൽ വീഡിയോയുടെ ഒരു പ്രയോജനം അതാണ്. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ക്യാമറയുടെ മുമ്പിൽ ഷൈ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്കൊരു വ്ളോഗിങ് ക്യാമറ ആണെങ്കിലും, വ്ളോഗിങ് ക്യാമറ എന്ന് പറഞ്ഞാൽ വെബ് ക്യാം ആണെങ്കിലും മതി. അതാണ് അതിൻ്റെ സത്യം. പക്ഷേ നിങ്ങൾക്ക് വെബ് ക്യാമിന് ഈ പറയുന്ന ക്വാളിറ്റി ശകലം കുറവായിരിക്കാം. ഓക്കെ, ക്വാളിറ്റി ഇതിനകത്ത് വലിയ കാര്യമല്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ. എന്നാലും നമുക്കൊരു മീഡിയം ഒരു ക്വാളിറ്റി കിട്ടുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് പ്രോപ്പറായിട്ട് യൂട്യൂബിൻ്റെ 4K റെസൊല്യൂഷനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ നമുക്കുണ്ടായിരിക്കണം എന്നുള്ള അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് പോഡ്കാസ്റ്റിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് വ്ളോഗേഴ്സാണ്. വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വ്ളോഗിങ് ഉണ്ട്. വ്ളോഗിങ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വേർഡ് വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് വ്ളോഗ് എന്ന് പറഞ്ഞാൽ വീഡിയോ ലോഗ് എന്നാണ് അർത്ഥം. അതായത് നമ്മൾ ഓരോ ദിവസത്തെ ലോഗ് അല്ലെ ഡയറി ചെയ്യുന്നത് പോലുള്ളൊരു പരിപാടിയാണ് ഈ വ്ളോഗിങ് കൊണ്ട് ശരിക്കും ബേസിക്കലി ഉദ്ദേശിക്കുന്നത്. പക്ഷേ പല കാര്യങ്ങളും ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒത്തിരി സംഭവങ്ങൾ കയറി വരുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലുള്ള നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കുക. പക്ഷേ അതൊരു ഡയറിയാണ്. നമ്മൾ ഡയറി കുറിപ്പുകളൊക്കെ പണ്ട് എഴുതുമല്ലോ എന്ന് പറഞ്ഞുള്ളൊരു പരിപാടി തന്നെയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വ്ളോഗാണ് നിങ്ങൾ എടുക്കാൻ താല്പര്യമുള്ളത് എന്നുള്ളതാണ് അനുസരിച്ചിരിക്കും ഏതാണ് നിങ്ങൾക്ക് മേടിക്കുന്ന ക്യാമറ എന്നുള്ളത്. ഓക്കെ, നമ്മൾ വെളിയിൽ നടന്ന് ചെയ്യുന്ന വ്ളോഗുകൾ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ട്രാവല് അല്ലെ ഇപ്പോൾ വണ്ടിയെ പോകുന്ന കാര്യം അല്ലെ വെളിയിൽ അങ്ങനെയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ലോ ലൈറ്റ് കപ്പാസിറ്റി ഉള്ള ക്യാമറ വേണമെന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ രാത്രി നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുന്ന ക്യാമറ അത്ര നല്ലത്, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രയോജനം കിട്ടത്തില്ല. അടുത്തതായിട്ട് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിം പെർ സെക്കൻഡ്
ISO ഒക്കെ സെറ്റ് ചെയ്യാവുന്ന ക്യാമറ ഉണ്ടോ എന്നുള്ളതാണ്. അതും ഈ ലൈറ്റിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. പിക്ചറിൻ്റെ ക്വാളിറ്റി ഒക്കെ കൃത്യമായി വരുന്ന തരത്തിൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ക്യാമറ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് മോർ ബെറ്റർ. എന്താണ് ISO, എന്താണ് അപ്പർച്ചർ, എന്താണ് ഷട്ടർ സ്പീഡ് എന്നൊക്കെ ഉള്ളതിനെ പറ്റിയുള്ള വീഡിയോ ഞാൻ ഭാവിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറയാം. പക്ഷേ നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കിയാൽ മതി, അതായത് അപ്പർച്ചറും ഷട്ടർ സ്പീഡും ഈ പറഞ്ഞ പോലെ ISOയും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമുള്ള കാര്യമാണ്. അതായത് നമ്മൾ നടക്കുമ്പോഴത്തേനും ഈ നടക്കുന്ന സ്റ്റെപ്പിങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ വീഡിയോ വരാതിരിക്കാനുള്ളൊരു പരിപാടി, നമ്മളിങ്ങനെ പാൻ ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഷെയ്ക്ക് ചെയ്ത് പോകാതിരിക്കാനുള്ള പരിപാടി, അതൊക്കെ ഉണ്ട്. സ്റ്റെബിലൈസേഷനുള്ള ക്യാമറാസ് ആണെങ്കിൽ അതിനൊക്കെ പ്രയോജനം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉള്ള ഒരു ക്യാമറയാണ്, നല്ലതായിരിക്കും. പിന്നെ നമുക്ക് അത്യാവശ്യമായി വ്ളോഗിന് വേണ്ടത് പോയിൻ്റ് ആൻഡ് ഷൂട്ട് എന്ന് പറയുന്ന പരിപാടി. അതായത് നമുക്കിപ്പം വ്ളോഗ് എടുക്കാനായിട്ട് നമ്മളിപ്പം ഒരു സ്ഥലത്തേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് ക്യാമറ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒത്തിരി മണിക്കൂറുകൾ സമയം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എസെൻസ് നമുക്ക് നഷ്ടപ്പെടും. കാരണം പല കാര്യങ്ങളിലേക്ക്, കാരണം വ്ളോഗ് എന്ന് പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രോപ്പറായിട്ട് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നേരെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്നോ പിമ്പിൽ നിന്നോ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് സെറ്റിങ്ങിന് വേണ്ടി ഒത്തിരി ടൈം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എസെൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി എന്താ പറയുന്നത്, ഇച്ചിലൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയ DSLR ക്യാമറ, സിനിമ ക്യാമറ ഒക്കെ ആയിട്ട് പോയി ഒത്തിരി ടൈം എടുക്കും അത് സെറ്റ് ചെയ്യാനാണ്. പിന്നീട് നമ്മൾ ആ കാര്യത്തിലേക്ക് നമ്മൾ മുമ്പിൽ നിന്ന് പ്രസൻറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് അതിൻ്റെ എസെൻസ് നഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു സംഭവം ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമുക്ക് വലിയ സെറ്റിങ്ങുകൾ ഇല്ലാത്ത ക്യാമറയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വേണം പറയാം. കാരണം ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സിനിമ ക്യാമറയുണ്ട്, നിങ്ങൾക്കൊരു ആക്ഷൻ ക്യാമറയുണ്ട്, നിങ്ങൾക്ക് ഒരു മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ സിനിമ ക്യാമറയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലുള്ള സെറ്റിങ്ങുകളെല്ലാം ചെയ്യാം, പിക്ചറിൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം. ആക്ഷൻ ക്യാമറയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിക്കപ്പോഴും സ്റ്റെബിലൈസേഴ്സ് ഉണ്ടാവും, 3.4 പോയിൻറ്റ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ടാവും. സിനിമ ക്യാമറയ്ക്ക് അതില്ല കേട്ടോ. അപ്പം ആക്ഷൻ ക്യാമറയ്ക്ക് അങ്ങനത്തെ പോയിൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മൊബൈൽ ഫോൺ ആണെങ്കിൽ ഇതെല്ലാം ഉണ്ടാവും. കാരണം മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ഹാൻഡ് ഹെൽഡ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ല സെൽഫി സ്റ്റിക്ക് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് നല്ല വീഡിയോസ് നമുക്ക് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ട്രാവൽ ബ്ലോഗർ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയ ഫസ്റ്റ് റെക്കമെൻഡബിൾ തിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള സാധനം തന്നെയാണ് മൊബൈൽ ഫോണാണ്. നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ അകത്ത് വരുന്നതിൻ്റെ അത് പിക്ചർ വലിയ ശരിയായില്ല, അല്ലെ ക്ലാരിറ്റി വലിയ സംഭവമാണ്, അത് ശരിയായില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് മിക്കതും ഒരു 90% കാര്യം നമുക്ക് സോഫ്റ്റ്വെയറെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ശരിയാക്കാൻ പറ്റും, അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ പറഞ്ഞ പോലുള്ള ഈ ഷെയ്ക്കുകളൊക്കെ മാറ്റാൻ പറ്റും. ഈ പാനിൻ്റെ അകത്തുണ്ടാക്കുന്ന ഷെയ്ക്കുകൾ പരിപാടികളെല്ലാം മാറ്റും. കളർ ശരിയായില്ലെങ്കിൽ കളർ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പോയിൻ്റ് ബൈ പോയിൻ്റ് പല കാര്യങ്ങളും നമുക്ക് സോഫ്റ്റ്വെയറെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. ഒരു 90% കാര്യങ്ങളും നമുക്ക് അതിൽ തന്നെ ശരിയാകാൻ പറ്റും. 10% ശരിയാവണം. അതായത് ഒത്തിരി പിക്സലൈസ്ഡ് ആയിട്ടുള്ളത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രയോജനം ചെയ്യത്തില്ല എന്നുള്ളത്. സാറിന് ഇപ്പോൾ ഇറങ്ങുന്ന ഹൈ എൻഡ് ഫ്ലാഗ്ഷിപ്പ് മോഡൽസ് ക്യാമറാസ് എല്ലാം വളരെ നല്ലതാണ്. അതായത് നമുക്ക് ഫ്രെയിം പെർ സെക്കൻഡ് ആണെങ്കിലും പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്യാം. 4Kയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും, അത് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റും. അങ്ങനത്തെ എല്ലാം പ്രയോജനം ഉള്ളതാണ് ഇപ്പോഴത്തെ ഇറങ്ങുന്ന ക്യാമറാസ് എല്ലാം, മൊബൈൽ ഫോണുകളെല്ലാം എന്ന് പറയാൻ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി ലെവൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ലെവൽ ഒരു ഇതുണ്ടെങ്കിൽ ഏത് ക്യാമറ വേണം എന്നുള്ളതാണ്. അതിന് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പ്രൊഫഷണൽ ക്യാമറ, DSLR ക്യാമറ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോയി നമ്മൾ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ പേ ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ വീഡിയോഗ്രാഫർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് 5 പൈസ അവർ തരണമെന്നില്ല. കാരണം അതിൻ്റെ അകത്ത് ഒരു ലുക്കിൻ്റെ ഒരു കാര്യമുണ്ട്. കാരണം കൊണ്ടുവരുന്ന ക്യാമറ നല്ല ബെസ്റ്റ് ആയിരിക്കണം, ബെസ്റ്റ് ക്യാമറയിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ കിട്ടും എന്നുള്ളൊരു മിഥ്യാധാരണ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു പ്രശ്നം വെച്ചിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കല്യാണത്തിന് പേര് മൊബൈൽ ഫോൺ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ പറയുമോ ഇത് അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആളല്ല എന്ന് പറയും. പക്ഷേ നമുക്കറിയാം മൊബൈൽ ക്യാമറയിലും ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ക്യാമറകളിലെല്ലാം ഫ്ലാഗ്ഷിപ്പ് മോഡൽസാണ് കേട്ടോ. അതായത് ഐഫോണിൻ്റെ ടോപ്പിൻ്റെ, സാംസങ്ങിൻ്റെ ടോപ്പിൻ്റെ, ഒപ്പോയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ ഒക്കെ ടോപ്പിൻ്റെയുള്ള ക്യാമറാസിനെല്ലാം നല്ല ഔട്ട്പുട്ടുകളാണ് വരുന്നത്. പക്ഷേ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, മൊബൈൽ ഫോൺ കൊണ്ട് പോയി ഒരിക്കലും നമുക്ക് ഇതുപോലുള്ള പരിപാടിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല.
പിന്നെ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് ഷൂട്ടിംഗ് ഉണ്ട്, പ്രോഡക്റ്റിൻ്റെ ഒരു ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലബ് സീനുണ്ട്, ക്ലബ്ബിൽ പോയി ഷൂട്ട് ചെയ്യുക, എന്ത് പ്രൊഫഷണൽ സെറ്റപ്പിനാണെങ്കിലും എപ്പോഴും നല്ലത് പ്രൊഫഷണൽ ക്യാമറാസ് ആയിരിക്കും. അതുകൊണ്ടാണ് പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞ ഒരു റേഞ്ച് ഉള്ളത്. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയത്, ഈ എല്ലാ ക്യാമറാസിനും ഈ പറയുന്ന പുതിയൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ളങ്ങനെ, അതായത് കാനോൺ, നിക്കോൺ, സോണി എന്ന് പറയുന്ന പാനസോണിക്, ഫ്യൂജി ഫിലിം, എല്ലാ ക്യാമറയ്ക്കും ഇപ്പോൾ പുതിയതായിട്ടൊരു സെഗ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതായത് വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് അവർ ക്യാമറ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 4K അത്യാവശ്യം നല്ല റെസൊല്യൂഷനിൽ മിറർലെസ് ആയിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്യാമറാസ് ഇപ്പോൾ അവർ ഇറക്കുന്നുണ്ട്. അതൊന്ന് പറയാൻ വിട്ടുപോയി, പെട്ടെന്ന് ഒന്ന് ഓർപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഏത് തരം ക്യാമറ ഉപയോഗിക്കുന്നു എന്നതിൽ അല്ല കാര്യം, ഏത് സീനാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്കിപ്പം എനിക്കൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. ഓക്കെ, നിങ്ങൾ കുക്കിങ്ങിൻ്റെ വ്ളോഗാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, മൊബൈൽ ഫോൺ ക്യാമറ മതിയെന്നേ, നല്ല കൃത്യമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാ തരത്തിലുള്ള ക്യാമറ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ട് എനിക്കറിയാം മൊബൈൽ ഫോൺ ക്യാമറ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷേ എന്നാലും ഞാനും അത്രയും വലിയ ഫാനല്ല മൊബൈൽ ഫോൺ ക്യാമറ. കാരണം ചില ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമ്മൾ മെയിനായിട്ടുള്ള കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഒരു 90% കാര്യങ്ങളും, അതായത് വ്ളോഗ് ലെവൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾവേസ് മൊബൈൽ ഫോൺ ക്യാമറ ഈസ് ബെസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിന് അന്നേരം കൊടുത്ത ഉപദേശം ഇതാണ്. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ സിറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, എങ്ങനെയാണെങ്കിലും മൊബൈൽ ഫോൺ നിങ്ങളുടെ യൂസ് ചെയ്യുക. മൊബൈൽ ഫോൺ അത് ശരിയാവോ, എങ്ങനെയാവും, അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെയ്യുക. നമ്മൾ ക്വാളിറ്റി ഒന്നും അല്ല അവിടുത്തെ പ്രശ്നം. സോ അങ്ങനെ ഒരു പോഡ്കാസ്റ്റ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം. ഔട്ട്സൈഡ് ട്രാവൽ വ്ളോഗിങ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഇതന്നെ വെള്ളരിക്കാപ്പട്ടണോ ഇതുപോലുള്ള എല്ലാം ഇതേ തന്നെ. ഓക്കെ, അതിനിടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, വെള്ളരിക്കാപ്പട്ടണം കഴിഞ്ഞ തവണത്തെ നമ്മുടെ വാക്ക് അതായിരുന്നു, വെള്ളരിക്കാപ്പട്ടണം. അതെന്താണെന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, വെള്ളരിക്കാപ്പട്ടണം എന്താണ്? ഈ വെള്ളരിക്കാപ്പട്ടണം എന്ന് പറയുന്നത്, വെള്ളരിക്കാപ്പട്ടണം എന്ന് പറയുന്നതിന് ആംഗലേയമായിട്ടുള്ള അല്ല ഇംഗ്ലീഷിനൊരു തർജിമ കൂടിയുണ്ട്. അതായത് ബനാന റിപ്പബ്ലിക് എന്ന് പറയും. 1901 ഒ ഹെൻറി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ് ശരിയായിട്ട് പറഞ്ഞാൽ ഈ പ്രയോഗം ആദ്യം നടത്തിയത്. തൻ്റെ എഴുത്തിൽ ഇങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്, അതായത് ചില ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പരിഹസിച്ചുകൊണ്ട് പുള്ളി എഴുതിയ ഒരു റൈറ്റിങ്ങിലുള്ളതാണിത്. ബനാന റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ബനാനയ്ക്ക്, അതായത് ഒരു കാർഷിക ഉൽപ്പന്നത്തെ മാത്രം സംബന്ധിച്ച് അതിൻ്റെ വിൽപ്പനയും അതിൻ്റെ കയറ്റുമതിയും മാത്രം നടത്തുന്ന, ഒരു രാഷ്ട്രീയമായിട്ടൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായ ഒരു അച്ചടക്കവും ഇല്ലാത്ത ഒരു കൺട്രി എന്നുള്ള രീതിയിലാണ്, ഒരു രാജ്യം എന്നുള്ള രീതിയിലാണ് ആ പ്രയോഗം അദ്ദേഹം നടത്തിയത്. അതിന് തുല്യമായിട്ടുള്ള ഒരു വേർഡ് തന്നെയാണ് ബനാന റിപ്പബ്ലിക് എന്ന് പറയുന്നതിന് തുല്യമായിട്ടൊരു വേർഡ് തന്നെയാണ് വെള്ളരിക്കാപ്പട്ടണം എന്നുള്ള രീതിയിലും വന്നത്. വെള്ളരിക്കാപ്പട്ടണം എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക മാത്രം കച്ചവടം നടത്തുന്ന ഒരു രാജ്യം. അവിടെ പൈസയ്ക്ക് വരും വെള്ളരിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു രീതി, സകലവിധ തേർവാഴ്ചകൾ നടക്കുന്ന, അക്രമം അനീതി എല്ലാം നടക്കുന്ന ഒരു ആൻറ്റി മഹാബലി കൺട്രി എന്ന് പറയാം വേണമെങ്കിൽ, അങ്ങനെയുള്ള ഒരു കൺട്രി എന്നുള്ള രീതിയിലാണ് വെള്ളരിക്കാപ്പട്ടണം എന്നുള്ള കാര്യം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ വെള്ളരിക്കാപ്പട്ടണത്തിലാണോ, എന്തൊരു വെള്ളരിക്കാപ്പട്ടണമാണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നാളത്തെ വേർഡ് എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നാണല്ലോ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു, ഈ മദാമ സായിപ്പ് എന്നുള്ള 2 വേർഡുകൾ അത് എവിടെ നിന്ന് വന്നായിരിക്കും നിങ്ങൾക്കറിയാമോ? ചിലർക്കൊക്കെ അറിയാമായിരിക്കും, എങ്കിലും ഇത് ശരിയായിട്ടുള്ള രീതി എവിടെ നിന്ന് വന്നത് നിങ്ങൾക്കറിയാമോ? നമുക്ക് നാളെ നോക്കാം. ഓക്കെ, വെള്ളരിക്കാപ്പട്ടണം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. വെള്ളരിക്കാപ്പട്ടണം എന്ന് ഉദ്ദേശിക്കുന്ന വേർഡിങ് കൊണ്ട് എന്താണ്, എവിടെയാണ് ഉദ്ദേശിക്കുന്നുള്ളത് നമ്മൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഈ മൊബൈൽ ഫോൺ ചില ആൾക്കാർ പറയും മൊബൈൽ ഫോൺ ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങ് ഷൂട്ട് ചെയ്യാകുമ്പോൾ അങ്ങ് ഷൂട്ട് ചെയ്താൽ പോരെ എന്നുള്ളത് പറയും. പക്ഷേ അത് നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, മൊബൈൽ ഫോൺ ക്യാമറ ഈസ് ബെസ്റ്റ് ഫോർ ഷൂട്ടിംഗ്. അല്ലെ നിങ്ങൾ ഒരു പുതിയൊരു ചാനലാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അല്ലെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ക്യാമറ ധാരാളം മതിയെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ ആംഗിൾ ശരിയാവണമെന്നില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും അങ്ങോട്ട് പ്രോപ്പറായിട്ട് വരണമെന്നില്ല, ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒറ്റ കാര്യം ഓർത്ത് കഴിഞ്ഞാൽ മതി, ആംഗിൾസ് ശരിയാക്കാനായിട്ട് നിങ്ങളുടെ ഈ പുറകിൽ കാണുന്ന, എൻ്റെ ഈ ബാക്കിൽ കാണുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് അത് നിൽക്കുന്നത്. ഈ ലൈനുകളെല്ലാം സ്ട്രെയിറ്റ് ആക്കിയാൽ മതി. നമ്മൾ ഫോൺ പിടിക്കുമ്പോഴത്തേന് ഇങ്ങനെ കറക്റ്റായിട്ട് ആ ലൈൻ ശരിയാക്കുക എന്നുള്ളതാണ് അത്യാവശ്യം പരിപാടി എന്ന് പറഞ്ഞാൽ. ഒരു ട്രൈപോഡ് മേടിക്കുക എന്നുള്ളത്
ചെറിയൊരു ട്രൈപോഡ് മേടിക്കുക. ആ ട്രൈപോഡിൽ ഫോൺ വെക്കാൻ നോക്കുക. ഫോൺ വെച്ച് ആംഗിൾ സെറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ ഇതിൻ്റെ ക്യാമറ വരുന്ന പോലെ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആംഗിൾ ഈ ടിൽറ്റ് എപ്പോഴും ശ്രദ്ധിച്ചോണം. കാരണം എനിക്ക് ആദ്യം കാലങ്ങളിൽ ഒത്തിരി തെറ്റിപ്പോകുന്ന നമ്മുടെ ഒരു അച്ഛനുണ്ടായിരുന്നു. പുള്ളി എൻ്റെ ഒരു മെൻറ്ററാണ്. പുള്ളി എനിക്ക് എപ്പോഴും പറഞ്ഞു തന്നുകൊണ്ടിരുന്ന ഒരു സംഭവമാണ്. അതായത് ഇങ്ങനെ ടിൽറ്റിങ് എനിക്ക് തെറ്റിപ്പോയിരുന്നു. ഞാൻ ചിലപ്പോൾ ഈ താഴെ വെച്ചിട്ട് മുകളിലോട്ടൊക്കെ ഷൂട്ട് ചെയ്തോളെ. അപ്പോൾ എനിക്ക് ഈ ബോഡി സൈസ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഭീമാകാര രൂപം പോലെ ഇരിക്കും. അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ല കണ്ണിനല്ല നമ്മുടെ മൂക്കിൻ്റെ ലെവലിൽ ക്യാമറയുടെ ലെൻസ് നിൽക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഈ ടിൽറ്റിങ് പ്രോപ്പർ ആക്കണം എന്നുള്ളതാണ്. പിന്നെ പ്രോഡക്റ്റ് ഷൂട്ടിങ്ങിൻ്റെ ഒരു കാര്യമൊന്നുമില്ല, നമുക്ക് നേരെ വെച്ച് എങ്ങനെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാമല്ലോ. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ ആണെങ്കിൽ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് പ്രോപ്പറായിട്ട് സംഭവം സെറ്റ് ചെയ്ത് നമ്മളതിന് മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനാണെങ്കിൽ സംസാരിച്ചാൽ മതി. ഈ പറയുന്ന പോലെ സംസാരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വലിയ സോഫ്റ്റ്വെയറുകളൊന്നും വേണ്ട ഇതൊന്നും പഠിക്കാനായിട്ട്. കാരണം ഈ പറയുന്ന ഐഫോണിൻ്റെ അകത്ത് തന്നെ iMovie എന്ന് പറഞ്ഞൊരെണ്ണം വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാപ് കട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എഡിറ്റ് ചെയ്ത് ഈ സാധനം കയറ്റാൻ പറ്റും. അപ്പോൾ ഈ സാധനം കയറ്റുന്നതിൻ്റെ ഒരു ഗുണം എന്നാ, ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്നാണെന്നറിയോ, ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും പറ്റും. യൂട്യൂബിലോട്ടാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലോട്ടാണെങ്കിലും ഒക്കെ സ്ട്രെയിറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ ഞാൻ പറഞ്ഞു വരുന്ന കൺക്ലൂഷൻ ഇതാണ്, നിങ്ങൾ എന്ത് ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ നല്ല ആദ്യം ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുക, എന്നിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യുക, അത് എക്സ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്ത് നിങ്ങൾ ഓർക്കും അത് ഭയങ്കരമായിട്ട് അഴുക്കായിപ്പോയെന്നോർക്കും, ചെയ്യുക. ഫസ്റ്റ് അങ്ങ് ചെയ്തോണം. അത് ചെയ്ത് ക്രിയേറ്റായി വർക്കായി ഇറങ്ങിക്കോട്ടെ. ലോകത്ത് ആദ്യമായിട്ട് തുടങ്ങിയ ഈ വലിയ മഹാരഥന്മാരായിട്ടുള്ള ഫിലിം മേക്കേഴ്സ് ആരും ആദ്യത്തെ മൂവി ഭയങ്കര സംഭവമായിട്ടല്ല ചെയ്തേക്കുന്നത്. ആദ്യം അവർ പലതവണ വീണ്, പലതവണ എഴുന്നേറ്റ്, പലതവണ വീണ്, പലതവണ എണീറ്റാണ് പഠിച്ചേക്കുന്നത്. സോ നിങ്ങൾക്കും അതിനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്കുള്ളിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ അടുത്ത തവണ നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ലിങ്ക് ഇടുക, ഞാനും കാണാം, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യാം. സോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ ഞാൻ വേറൊരു വിഷയമായി വരുന്നതായിരിക്കും. ആ വീഡിയോ കാണുന്നവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.